ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ പൂ പോലുള്ളൊരു പാലപ്പം തയ്യാറാക്കിയെടുക്കലാണ്. വളരെ സോഫ്റ്റായിട്ട് രുചികരമായ പാലപ്പം തയ്യാറാക്കാൻ വേണ്ടി തലേദിവസം രാത്രി 1 കപ്പ് പച്ചരി വെള്ളത്തിൽ കഴുകി കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ 5 മണി സമയത്ത് ഞാനിതാ വെള്ളമെല്ലാം വാർത്ത് നമ്മുടെ അരി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അരിക്ക് താഴെയായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതേ മിക്സിയിൽ തന്നെ ഒരു 2 കൈപ്പിടി തേങ്ങ അതും കൂടെ ചേർത്ത് നമ്മുടെ അരിയും തേങ്ങയും കൂടെ ആദ്യം അരച്ചെടുത്തു. അരച്ച ശേഷം നമുക്ക് 1 പിടി ചോറ്, അതും നമ്മുടെ ആ ഒരു കയ്യിലൊതുങ്ങുന്ന 1 പിടി ചോറ് അത് അരച്ചെടുത്തു. കൂടെ തന്നെ 1 ടീസ്പൂണ് ഈസ്റ്റും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ അരച്ചെടുത്തു. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് 2 ബാച്ചായിട്ട് വേണമെങ്കിൽ 2 ബാച്ചായിട്ട് ചെയ്യാം. അതല്ല നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാവ് ഞാനൊന്ന് കയ്യിൽ വെച്ചാണ് ഇളക്കി കൊടുക്കുന്നത്. നമുക്ക് കൈ വെച്ചിട്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഓരോ വശത്തേക്കും മാത്രമായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം. ചുറ്റെടുക്കാൻ സമയം നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിതാ നമ്മളിപ്പോൾ ഇത് മൂടി വെക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണി. ഇതാ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ നമുക്കിതൊന്ന് ചുറ്റെടുക്കാം. അപ്പോൾ മുന്നേ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ മാവൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുള്ള ദോശച്ചട്ടിയിലേക്ക് അതല്ലെങ്കിൽ അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ഓരോ തവിയും മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പകുതി ആവി പുറത്ത് പോകുന്ന രീതിയിൽ മൂടി വെച്ച് കൊടുക്കാം. അതെല്ലാം മൂടി വെച്ചില്ല എങ്കിലും നമ്മുടെ മാവ് നന്നായി ചുട്ടെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമ്മളിവിടെ എല്ലാ മാവും കൂടെ ചുട്ടെടുത്തിട്ട് വരാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതാ നമ്മുടെ മാവ് എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഈസി പാലപ്പം നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.